ഇപ്പോൾ നമ്മൾ കുടികൊള്ളുന്നത് ഒരു പുതിയ മാസത്തിലാണ്, അഥവാ മുഹറം. 1446 കടന്നിരിക്കുകയാണ് ഹിജറ വർഷം. മുഹറം എന്നുള്ളത് ഒരു പവിത്രമായിട്ടുള്ള മാസമാകുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മുഹറം എന്നുള്ളത് അറബി മാസത്തിലെ ഒന്നാമത്തെ മാസമാണ് എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് പലർക്കും അപരിചിതമായിരിക്കും. കാരണം നമ്മൾക്ക് ജനുവരി ഫെബ്രുവരിയാണ് നമുക്ക് പരിചയമുള്ളത്, അതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. ഏതായാലും വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസമാകുന്നു മുഹറം. അതിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. അല്ലാഹുവിന്റെ അടുക്കൽ മാസം എന്നത് 12 ആകുന്നു. ഫീ കിതാബില്ലാഹി, അല്ലാഹുവിന്റെ രേഖയിൽ. യൗമ ഖലഖ സമാവാതി വൽ അർള, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മുതൽ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മുതൽ ഈ 12 മാസം എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിനുണ്ട്. മിൻഹ അർബഅത്തുൻ ഹുറുമുൻ, ആ 12 മാസങ്ങളിൽ 4 ആദരണീയമായ മാസമാകുന്നു. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ശരിയായ ദീൻ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിലെ വ്യാഖ്യാനമായിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അസ്സനത്തു 12 ശഹ്റ, വർഷം എന്ന് പറയുന്നത് 12 മാസമാകുന്നു. മിൻഹ അർബഅത്തുൻ ഹുറുമുൻ, അതിൽ 4 പവിത്രമായ മാസമാകുന്നു. സലാസുൻ മുതവാലിയത്തുൻ, അതിൽ 3 തുടരെ വരുന്നതാണ്, തുടരെ എണ്ണുന്ന മാസം. അഥവാ ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, അത് തുടരെ എണ്ണുന്നതാണ്. റജബ്, മുദർ, മുദർ ഗോത്രത്തിന്റെ റജബ് എന്ന് പറയുന്ന മാസവും, മുദർ എന്ന് പറയുന്ന ഗോത്രം റജബ് മാസത്തെ ആദരിച്ചിരുന്നു. അതാണ് ഹദീസിൽ മുദർ ഗോത്രത്തിന്റെ റജബ് മാസം എന്ന് പ്രത്യേകം പറയാൻ കാരണം. അല്ലദീ ബൈന ജമാദി വ ശഅബാൻ, ജമാദുൽ ആഖിറിന്റെയും ശഅബാന്റെയും ഇടയിലുള്ള റജബ് മാസവും. അങ്ങനെ 4 മാസം വളരെ കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് ഇത് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില ദിവസങ്ങളുണ്ട്, ചില പ്രത്യേക ഫളലുള്ള അഥവാ പ്രത്യേകതയുള്ള ചില ദിവസങ്ങള്. വെള്ളിയാഴ്ച പോലെ, ലൈലത്തുൽ ഖദർ പോലെ അങ്ങനെയുള്ള ചില പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങള്, ചില പ്രത്യേകമായിട്ടുള്ള സമയങ്ങള്, ചില പ്രത്യേകമായിട്ടുള്ള നമ്പറുകൾ, അങ്ങനെയുണ്ട്. ചില നമ്പറുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. എങ്ങനെ? വിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിലുള്ള ദിവസങ്ങളും ആഴ്ചകളും സമയങ്ങളും നമ്പറുകളാണ് ഞാൻ പറഞ്ഞത്. ആളുകൾ പല നമ്പറുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ ചില ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചില നമ്പറുകളാണ്. ചിലതൊക്കെ അതിൽ നിങ്ങൾക്കറിയാം. ഇപ്പൊ ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പാർത്തിട്ടുള്ള ബഹാവുല്ല എന്ന് പറയുന്ന ഒരാള് ബഹായിസം എന്ന് പറയുന്ന ഒരു ദീനുണ്ടാക്കി, ഇസ്ലാമിനെ ബേസ് ചെയ്തുകൊണ്ട്. പ്രധാനമായിട്ടും ഡൽഹി കേന്ദ്രീകൃതമാണ് അവരുടെ ലോട്ടസ് ടെമ്പിളുകൾ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം പോലെയുള്ള പള്ളികൾ. ആ പള്ളികൾക്കെല്ലാം 9 കവാടങ്ങളായിരിക്കും, 9 വാതിലുകളാണ് ലോട്ടസ് ടെമ്പിളുകൾക്കുള്ളത്. ബഹാവുല്ലാടെ എന്താണ് ആ 9ന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതിന്റെ സ്ഥാപകനായ ബഹാവുല്ല എന്ന് പറയുന്ന ആള് ജനിച്ചത് ഹിജറ 1233. അതുകൊണ്ട് എന്താ, 1233 എന്ന് പറയുന്ന ആ നമ്പറിലെ 1ഉം 2ഉം അതുപോലെ 3ഉം 3ഉം കൂട്ടിയാല് 9 കിട്ടും.
അപ്പൊ ആ 9 ഈ പള്ളിക്കിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബഹായിസത്തിന്റെ ആളുകള് ഈ ഡൽഹി കേന്ദ്രീകൃതമാക്കിയിട്ടുള്ള ഈ പള്ളികൾക്കെല്ലാം 9 വാതിലുകൾ ഉണ്ടാക്കിയത്. അതാണ് അതിന്റെ പ്രത്യേകത. അത് ഹദീസോ ഖുർആനോ പഠിപ്പിച്ചതല്ല. അതുപോലെ അവരുടെ ഒരു സ്റ്റാർ ഉണ്ട്. ആ സ്റ്റാർ തന്നെ 9 പോയിന്റഡ് സ്റ്റാർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആ 9 വന്നത് ഈ 1233 ഇതിന്റെ സ്ഥാപകൻ ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. തന്നെയുമല്ല, അതിലുണ്ട് വേറൊരു കൗതുകം. ബഹാഉല്ല എന്ന് പറയുന്ന ആ പേരിന്റെ ഷോർട്ട് എടുക്കുമ്പോ BAH എന്നാകും. ആ BAH എന്ന് പറയുമ്പോ ഇംഗ്ലീഷിലെ BAHA ഈ ലെറ്റേഴ്സിന്റെ തുക കൂട്ടുമ്പോഴും 9 കിട്ടുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് അവർ ഈ 9 ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് മാത്രമല്ല, നേരത്തെ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ രേഖയിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചപ്പോ അതിലുണ്ട് 12 മാസം എന്ന് ഖുർആൻ പറഞ്ഞു. അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഹദീസും പറഞ്ഞു. എന്നാൽ ഈ ബഹാഉല്ലയുടെ ആളുകൾക്ക് 12 മാസമല്ല, അവർക്ക് 19 മാസമാണ്. അതെങ്ങനെ ദിവസം തികയാ? 19 ദിവസങ്ങളുള്ള 19 മാസം. അപ്പൊ 19 × 19 361 ദിവസങ്ങളാണ് ആ ആളുകൾക്കുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ചില നമ്പറുകളിൽ അഭയം പ്രാപിക്കുന്ന ചില ആളുകളുണ്ട്. ഇതൊന്നും ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചു തന്നതേയല്ല. അപ്പൊ മുഹറം എന്നുള്ളത് പവിത്രമായ മാസമാണ്. പക്ഷെ അതിന്റെ പവിത്രത നമ്മൾ മനസ്സിലാക്കുന്നതിന് പകരം ആ മുഹറത്തിലൂടെ കുറെ അന്ധവിശ്വാസങ്ങളിലേക്കാണ് നമ്മളെ മുസ്ലിം സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, കേരളത്തിൽ ഹോസ്പിറ്റലുകളിൽ 13-ാം നമ്പർ റൂം ഉണ്ടാവൂല. ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ല, 13-ാം നമ്പർ റൂം ഉണ്ടാവൂല. 13 എന്ന് പറയുന്ന നമ്പറിനോട് ഈ കേരളത്തിലെ ആളുകൾക്ക് വളരെ പേടിയാണ്. നിങ്ങളൊക്കെ പല വിമാനങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണ്. അതിൽ പലപ്പോഴും വിമാനത്തിൽ 13-ാം നമ്പർ സീറ്റ് ഉണ്ടാവില്ല. പല ലിഫ്റ്റുകളിലും 13-ാം നമ്പർ ഒഴിവാക്കി 12 കഴിഞ്ഞാൽ 14-ലേക്കൊരു ചാട്ടമാണ്. വാഹനങ്ങളിൽ 13 എന്ന് പറയുന്ന നമ്പർ വരുന്നത് പലർക്കും പേടിയാണ്. നിങ്ങൾ നോക്കിക്കോ, പല കാറുകളുടെയും നമ്പർ 13 ഉണ്ടാവില്ല. അത് ഭയമാണ്. എന്താണ് ഈ 13-നോടുള്ള പേടി? ഈ 13-നോടുള്ള പേടിക്ക് മനഃശാസ്ത്രത്തിന്റെ ഭാഷയിൽ ട്രിസ്കാഡെക്കോഫോബിയ എന്നാണ് പറയാ. അതൊരു ഫോബിയയാണ്, ട്രിസ്കാഡെക്കോഫോബിയ. 13-നോടുള്ള പേടി നമ്മുടെ ഈ സമൂഹത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ അതിനുണ്ടൊരു ചരിത്രം. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുരിശിൽ തറക്കപ്പെട്ടു എന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ കുരിശിൽ തറച്ചത് 13-ാം തീയതി വെള്ളിയാഴ്ച ആയിരുന്നു അത്രേ. ലോക്കി 13-ാമൻ എന്ന് പറയുന്ന രാജാവ് ക്രൂരനായിരുന്നു. അങ്ങനെയും ഒരു 13 ദുഷ്ട നമ്പറായി മാറി. ഈ 13 എന്ന് പറയുന്ന സംഭവം ഇവിടെയാണ് പ്രശ്നം. നമുക്ക് ഇത് ചൈനയിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല നമ്പറാണ് 13. അവിടെ ഏറ്റവും മോശം ഒരു നമ്പർ വേറുണ്ട്. ആ നമ്പറാണ് 4 എൻ അവിടുത്തെ ഒരു രൂപയാണ്. ആ 4 എന്നിന് കടയിൽ നിന്നൊരു സാധനങ്ങൾ വാങ്ങുന്ന പരിപാടി ചൈനക്കാർക്കില്ല. കാരണം അതൊരു മോശമായിട്ടുള്ള നമ്പറായിട്ട് അവർ കരുതുന്നു. ഇതൊക്കെ മനുഷ്യന്റെ വിശ്വാസത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെറുതല്ല, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. ഇതൊക്കെ നമ്മുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചില ഫാൻസി നമ്പേഴ്സ്. ഇപ്പൊ വാഹനങ്ങൾക്ക് 786 എന്ന് പറയുന്ന നമ്പർ കിട്ടാൻ വേണ്ടി ഓടിച്ചെന്നാലൊന്നും കിട്ടൂല. ഒരുപാട് പൈസ മുടക്കിയാലേ ഈ 786 കിട്ടുള്ളൂ. എന്താണ് 786ന്റെ പ്രത്യേകത? 786 എന്ന് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മ പറയുമ്പോ ആ ബിസ്മില്ലാഹിർ റഹീം എന്ന് പറയുന്ന അക്ഷരങ്ങളെ സ്പ്ലിറ്റ് ചെയ്താൽ അതിൽ 19 അക്ഷരങ്ങൾ ഉണ്ടാവും. ആ 19 അക്ഷരങ്ങൾക്കും അറബി അക്ഷരമാലയിലെ 28 അക്ഷരങ്ങൾക്കും വളരെ പ്രാചീന കാലം മുതൽ ഒരു നമ്പർ നൽകി വരുന്നിരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, അത് വളരെ സയന്റിഫിക് ആണ്. പക്ഷെ അത് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൽ ഈ 19 അക്ഷരത്തിൽ ചേർത്തിടുമ്പോൾ ഈ 786 ലഭിക്കും.
അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ ഫള് എന്റെ വാഹനത്തിന് ലഭിക്കാൻ വേണ്ടിയാണ് ഈ ആർടിഒ ഓഫീസിൽ ഇത്രയധികം പൈസ അടച്ചിട്ട് ഒരാൾ ഈ നമ്പറിന് വേണ്ടി കാത്തിരിക്കുന്നത്. മനസ്സിലായോ? പ്രിയമുള്ളവർ, ഏതെങ്കിലും ഒരു നമ്പർ നമ്മുടെ മൊബൈലിനോ നമ്മുടെ കാറിനോ ഇഷ്ടപ്പെടുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കരുത്. ചില ആളുകൾ ചില നമ്പറിനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ചില ആളുകളുടെ വീട്ടിൽ, കടയിൽ അവരുടെ ലാൻഡ് ഫോണിന്റെ നമ്പർ അവസാനിക്കുന്ന ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ തന്നെ എന്റെ മൊബൈൽ നമ്പർ വേണം എന്ന് ആഗ്രഹിക്കുന്നത് യാതൊരു തെറ്റില്ല. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. നേരെ മറിച്ച് ഇത്തരം നമ്പറുകള് നമ്മൾക്ക് വരുന്ന അപകടങ്ങളെ തടുക്കാൻ ഇതിന് കഴിയുമെന്നൊരാൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം നമ്മളെ കുഫറിലേക്ക് നയിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്ത, വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരാത്ത ചില കാര്യങ്ങൾ ചില പണ്ഡിതന്മാര് പ്രചരിപ്പിക്കുന്നു. അവർ ചില പുസ്തകങ്ങൾ എഴുതിയിട്ട് അതിലൂടെ ജനങ്ങളെ പ്രചരിപ്പിച്ചിട്ട് വഴിതെറ്റിക്കുന്നു. ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തണം. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അറിയാത്ത ആരും ഈ പള്ളിയുടെ ഉള്ളിലില്ല. അങ്ങനെ മഹാനായ യൂസുഫ് നബിയെ ജ്യേഷ്ഠ സഹോദരന്മാർ തട്ടിക്കൊണ്ടുപോയി അവരൊരു കിണറ്റിലിട്ട്. വഴിയിലൂടെ വന്ന ആളുകള്, യാത്രക്കാര് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടെടുത്ത് വളർത്തി. ഇതൊന്നും അറിയുന്നില്ല ആര്? പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം. മകന്റെ വേർപാടിനെ സംബന്ധിച്ച് ആലോചിച്ച് കരഞ്ഞു കരഞ്ഞ് വർഷങ്ങളോളം കരഞ്ഞിട്ട് വബിയല്ലത്ത് ഐനാഹു എന്നാണ് ഖുർആൻ പറഞ്ഞത്. രണ്ട് കണ്ണുകളും കണ്ണീര് വാർത്ത് 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 വെളുത്തുപോയി. അങ്ങനത്തെ ഒരു ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട്. അവസാനം ഈജിപ്തിലെ ഭക്ഷ്യവകുപ്പിന്റെ അധികാരം മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ എത്തിച്ചേർന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വളരെ അത്ഭുതകരമായിക്കൊണ്ട് പിതാവും സഹോദരങ്ങളും അവിടെ ഈജിപ്തിലേക്ക് ചെല്ലാണ്. അവിടെ ഒരു രാജാവുണ്ടെന്നും ആ രാജാവ് ധാന്യങ്ങൾ കൊടുക്കുന്നുണ്ടെന്നും നല്ലവനാണെന്നും അറിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അകലെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവരൊക്കെ ആരാണെന്നുള്ളത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു തരുന്ന ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. അങ്ങനെ അവരെല്ലാവരും കൂടി, അതായത് വാപ്പയും ജ്യേഷ്ഠ സഹോദരന്മാരും എല്ലാവരും കൂടി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ ആ മാതാപിതാക്കളെ യൂസുഫ് നബി അലൈഹി സ്വലാം അണച്ചു ചേർത്തു, കെട്ടിപ്പിടിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, സന്തോഷം കൊണ്ട് പറഞ്ഞു, ഉദ്ഖുലൂ മിസ്ര, നിങ്ങൾ ഈജിപ്തിൽ കടന്നുകൊള്ളൂ, ഇൻഷാ അല്ലാഹു ആമിനീൻ, നിർഭയരായിക്കൊണ്ട് നിങ്ങൾക്ക് ഈജിപ്തിൽ പ്രവേശിക്കാൻ കഴിയട്ടോ എന്ന് മഹാനായ യൂസുഫ് നബി അന്ന് പറഞ്ഞ ഈ സംഭവം വിശുദ്ധ ഖുർആനിന്റെ 12-ാമത്തെ അധ്യായമായ സൂറത്ത് യൂസുഫിലെ 99-ാമത്തെ ആയത്തായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഈ 99-ാമത്തെ ആയത്ത് ആരെങ്കിലും ജയിലിലകപ്പെട്ടാൽ ആ ജയിലിൽ നിന്ന് മോചിതനാവാൻ വേണ്ടി ഈ 99-ാമത്തെ ആയത്ത് കുറെ തവണങ്ങൾ ഓതാന്ന് എന്ന് ചില പണ്ഡിതന്മാര് ജനങ്ങളെ പഠിപ്പിച്ചു. എന്തിനാണ്? ആരെങ്കിലും ജയിലിൽ ചെന്ന് പെട്ടാൽ ആ ജയിലിൽ നിന്ന് മോചിതനാവാൻ വേണ്ടിയിട്ട് ഈ ആയത്ത് ഓതുന്നു. ഇത് ഇസ്ലാം പഠിപ്പിച്ചു തരാത്ത ഒരു കാര്യമാകുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് ഇത് പഠിപ്പിച്ചു തരുമായിരുന്നല്ലോ. അതുപോലെ തന്നെ നമ്മൾക്കൊരു കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ വില്ലേജ് ഓഫീസിലും കറണ്ട് ഓഫീസിലും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ പലതവണ കയറി ഇറങ്ങി നമ്മളാകെ മുഷിയും. അപ്പൊ ഒരു പണ്ഡിതൻ അതിനൊരു പരിഹാരം പറയാണ്. എന്ത്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ ആയത്ത് എഴുതിയിട്ട് നിങ്ങളുടെ പരിസരത്തുള്ള ഏറ്റവും വലിയ വൃക്ഷത്തിന്റെ മുകളിൽ കൊണ്ടുപോയി കെട്ടിട്ടാൽ നിങ്ങളെ കാര്യം നടക്കൂ. ഇങ്ങനെയാണോ ജനങ്ങളെ സംസ്കരിക്കേണ്ടത്? അറിവുള്ള ആളുകൾ എങ്ങനെയാണോ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്? എന്താണ് ഈ സൂറത്തുൽ ബഖറയുടെ 74-ാമത്തെ ആയത്ത് എന്നത്? നിങ്ങൾക്ക് ഖുർആൻ പറയാണ് ബനൂ ഇസ്രായേലിനെ കുറിച്ച്, സുമ്മ ഖസത് ഖുലൂബുഹും മിൻ ബഅദി ദാലിക. മൂസാ നബി അലൈഹിസ്സലാം ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട്
ബനൂ ഇസ്രായേലിയർക്ക് സഹായം ചെയ്തു, എന്നിട്ടും ധിക്കാരം പ്രകടിപ്പിച്ചു. അല്ലാഹു പറയുന്നു സുമ്മ ഖസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ, ബനൂ ഇസ്രായേലിയരുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചു പോയി. മിൻ ബഅദി ദാലിക, അതിനുശേഷം ഫയകൽ ഹിജാറ, കല്ലുപോലെയായി പോയി അവരുടെ ഹൃദയം. എന്താ മനസ്സിലായത്? കല്ലുപോലെയായ ഒരു KCB ഓഫീസിലൊരാളുടെ, ഒരു വില്ലേജ് ഓഫീസിലൊരാളുടെ ഹൃദയം കല്ലുപോലെ ആയിട്ട് കടുത്തു പോയിട്ട് നിങ്ങളുടെ കാര്യം സാധിച്ചു തരാൻ അയാൾ മടിക്കുന്നുവെങ്കിൽ അതിനുണ്ട് ചികിത്സ. എന്താ ചികിത്സ? സൂറത്തുൽ ബഖറയുടെ 74-ാമത്തെ ആയത്ത് മരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി കെട്ടിയിടുക. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഏതെല്ലാം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്മാർ വന്നുവോ, ആ പ്രവാചകന്മാര് വന്നിട്ട് ജനങ്ങളെ സംസ്കരിപ്പിച്ചപ്പോ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇങ്ങനെ പറയാ കാര്യങ്ങൾ പറഞ്ഞു വരുത്തി. എന്തിനാ? വരുമാനത്തിന് വേണ്ടി, തുച്ഛമായ വരുമാനത്തിന് വേണ്ടി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ, ശ്രദ്ധിച്ചു മനസ്സിലാക്കണം, മനഃപൂർവ്വം എന്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ, നരകത്തിൽ ഒരു സീറ്റ് അവൻ റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി പറയാണ്. കളവ് പറഞ്ഞിട്ട് ദീനിന്റെ പേരിൽ പ്രചരിപ്പിക്കാൻ പാടില്ല. കൃത്രിമമായ എണ്ണങ്ങൾ ഉണ്ടാക്കിയിട്ട് ആളുകളെ വഴിതെറ്റിപ്പിക്കാൻ പാടില്ല. ഇവിടെ ശരിക്കുള്ള എണ്ണങ്ങൾ തന്നെ ഹദീസിൽ കുറെ ഉണ്ട്. ശരിക്കുള്ള എണ്ണങ്ങൾ, ഒരു ഉദാഹരണമായിട്ട് നമസ്കാരത്തിന് ശേഷം, ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ് പ്രാവശ്യം 33 പ്രാവശ്യം വലത് കൈ കൊണ്ട് എണ്ണം പിടിക്കണം. അത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം. എത്രയായി? 66. വീണ്ടും അല്ലാഹു അക്ബർ, അപ്പൊ എത്രയായി? 99. എന്നിട്ട് കളവ് പറയാത്ത റസൂല് പറയാണ്. എന്നിട്ട് ആ 100 തികക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ 100ആയി. അങ്ങനെ 100 ദിക്റുകൾ നിങ്ങൾ ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും ചെയ്താൽ എന്താ ഗുണം? നിങ്ങൾ ചെയ്ത പാപങ്ങൾ തിരമാല എത്രയുണ്ടെങ്കിൽ പോലും കടലിലെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം ഈ രീതിയിലുള്ള കുറെ എണ്ണങ്ങൾ ആളുകൾ പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ ഞാൻ അറിവിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതായത് ഈ നമ്പർ, എല്ലാ നമ്പറുകളെയും നമ്മൾ തട്ടിക്കളയല്ല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള നമ്പറുകളുണ്ട്. അത്ഭുതകരമായ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിന് 365 ദിവസമാണെന്ന് അറിയാത്ത ആരുള്ളത്? എല്ലാവർക്കും അറിയാം. 365 കാൽ ഒഴിവാക്കുക, 365 ദിവസമാണുള്ളത്. ഈ ദിവസം എന്നതിന് ഉപയോഗിക്കുന്ന യൗമ് എന്ന് പറയുന്ന സിംഗുലർ, ഏകവചനം, അറബിയിലെ ദിവസം എന്നുള്ളതിന് ഉപയോഗിക്കുന്ന യൗമ് എന്ന് പറയുന്ന വാക്ക് പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായിട്ട് 365 പ്രാവശ്യം പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ആരെങ്കിലും എഴുതി വെച്ച് ഞാൻ വിളിച്ചു പറഞ്ഞല്ല. വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് 2 ചില്ലാനം ദിവസം കൃത്യമായി എണ്ണി തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഖുർആനില് ആദ്യം മുതൽ മാലിക് യൗമിദ്ദീന്റെ യൗമുണ്ടല്ല, ആ യൗമ് മുതൽ അവസാനം വരെ നമ്മൾ ഓതുമ്പോ അതിൽ 365 പ്രാവശ്യമാണ് യൗം എന്ന് പറയുന്ന വാക്കുള്ളത്. അപ്പൊ 365 പ്രത്യേകതയില്ലേ? ആ നമ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഖുർആനിന്റെ ഒരു അമാനുഷികതയാണ്. കാരണം ഒരു ഗ്രന്ഥം അച്ചടിച്ച് കൊണ്ടുവന്നിട്ട് ഇതിൽ യൗം എന്നുള്ളത് 365 പ്രാവശ്യം ഉണ്ടെന്നല്ല പറയുന്നത്. മറിച്ച് 23 കൊല്ലക്കാലം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ ഖുർആൻ. 23 കൊല്ലക്കാലം കൊണ്ട്. അതിലാണ് ഈ അത്ഭുതം. അതൊരു അത്ഭുതം മാത്രമല്ല, മാസം എന്നതിന് ഉപയോഗിക്കുന്ന ഷെഹർ, മാസം എന്നതിന് ഉപയോഗിക്കുന്ന ഷെഹർ എന്ന് പറയുന്ന വാക്ക് പരിശുദ്ധ ഖുർആനിൽ 12 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. 12 മാസങ്ങളാണല്ലോ ഒരു കൊല്ലം. ആ 12 പ്രാവശ്യം കൃത്യമായി പ്രയോഗിച്ചിരിക്കുന്നു. സബ്അ സമാവാത്തിൻ, 7 ആകാശങ്ങൾ എന്ന് പറയുന്ന പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ 7 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. അൽവാൻ, കളേഴ്സ്,
നിറങ്ങൾ എന്ന് പറയുന്ന ഈ അൽവാൻ എന്ന് പറയുന്ന വാക്ക് പരിശുദ്ധ ഖുർആനിൽ 7 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ആരോടും അറിയാം. വളരെ കൃത്യമായിട്ടുള്ള കണക്കുകളാണ് ഞാൻ പറയുന്നത്. തന്നെയുമല്ല, ചന്ദ്രൻ ഉപയോഗിക്കുന്ന കമർ, അതുപോലെ തന്നെ അൽ കമർ എന്ന് പറയുന്ന അൽ ചേർത്തിട്ടുള്ള വാക്ക് ഇത് ഖുർആനിൽ 27 പ്രാവശ്യം മാത്രമാണുള്ളത്. ഏത് കമർ, അൽ കമർ എന്ന് പറയുന്ന ഈ വാക്ക് ഖുർആനിൽ 27 പ്രാവശ്യം മാത്രമാണുള്ളത്. എന്നാൽ എന്താ കാര്യം എന്ന് ചിലർ ചോദിക്കും. അതായത് ഭൂമിയുടെ ഉപഗ്രഹമായുള്ള ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ വലയം വെക്കാൻ എടുക്കുന്ന സമയമാണ് 27.333 ദിവസം. കണക്കിന്റെ നിയമം അനുസരിച്ച് 0.333 വന്നാൽ അത് വെട്ടിക്കളഞ്ഞാൽ അവശേഷിക്കുന്നത് 27ആണ്. ഇതെങ്ങനെ സ്കൂളിന്റെ ഒരു പടി കാണാത്ത, ഒരക്ഷരം എഴുതുകയോ വായിക്കുകയോ ചെയ്യാത്ത ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ ഒരു പ്രതിപാദ്യം ഉണ്ടായി എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില അത്ഭുതകരമായിട്ടുള്ള ചില നമ്പറുകൾ ഉണ്ട് എന്നല്ലാതെ നമുക്ക് കൃത്രിമമായിട്ടുള്ള എന്തെങ്കിലും നമ്പറുകൾ ഇറക്കി ആളുകളെ വഴിതെറ്റിക്കാനുള്ള അധികാരം നമുക്കില്ല. അപ്പൊ ചുരുക്കത്തിൽ മുഹറം എന്ന് പറയുന്നത് പവിത്രമായിട്ടുള്ള ഒരു മാസമാണ്. അത് പീഡനത്തിന്റെ മാസം അല്ല, അന്ധവിശ്വാസങ്ങളുടെ മാസം അല്ല. മുഹറമിനി നെഹസിന്റെ മാസമായിട്ട് കണക്കാക്കുന്ന ചില ആൾക്കാരുണ്ട്. നെഹസിന്റെ ഇത് ഷിയാക്കളിൽ നിന്ന് വന്നതാണ്. ഇറാനിലെയും ഇറാഖിലെയും ഷിയാക്കളിൽ നിന്നാണ് ഈ നെഹസ് എന്ന് പറയുന്ന പരിപാടി ഈ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. യൂഫ്രട്ടീസ് നദീതീരത്ത് കർബലയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ അഥവാ അലി ഇബ്നു അബീ താലിബിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടത് മുഹറം 10-നായിരുന്നു. അതുകൊണ്ടാണ് യാ ഹുസൈൻ എന്ന് വിളിച്ചിട്ട് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും നെഞ്ചത്തടിച്ച് വിലപിക്കുന്നത്. ഇറാനിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഈ മുഹറം 10-ന് നെഞ്ചത്തടിക്കുകയും ആയുധങ്ങൾ പ്രയോഗിച്ചിട്ട് ശരീരത്തിൽ വ്രണമുണ്ടാക്കുകയും ചെയ്യുന്നൊക്കെ ഏർപ്പാടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. ഇതെല്ലാം പുണ്യകരമായിട്ടുള്ള ഇബാദത്തായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുമായിരുന്നു. പ്രിയമുള്ളത്, എന്തിനധികം ഇതിന്റെയൊക്കെ മറവിൽ സഹാബികളെപ്പോലും ചീത്ത പറയുന്ന, ശപിക്കുന്ന ഒരു സമൂഹം വളർന്നു വന്നു. നിങ്ങളൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അല്ലാഹുമ്മ അൽ അൻസനമൈ ഖുറൈശിനെ അടിച്ചു കൊടുത്തു നോക്കുക. അപ്പൊ കാണാം എന്താ സംഭവം എന്നറിയോ? ഇറാനിലെ മിമ്പറുകളിൽ ഇതുപോലെ ആ മിമ്പറുകളിലെ ഇമാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൽ അൻസനമൈ ഖുറൈശ്, ഖുറൈശികളിലെ 2 വിഗ്രഹങ്ങളെ നീ ശപിക്കണമേ. ആരാണ് 2 വിഗ്രഹങ്ങള്? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ 2 സച്ചരിതരായ സ്വഹാബി വര്യന്മാര് 2 പേരും സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞതാ. ആ റസൂലുള്ള സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ ആ 10 ആളുകളിൽ 2 ആളാണ് ഇവര്. ആ ആളുകളെ നീ ശപിക്കണമേ, അവരുടെ പെൺമക്കളെയും ശപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ വെള്ളിയാഴ്ച നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ കഴിയും. അവിടം വരെ എത്തി ഈ സംഭവം ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എന്താണ്? ശരിയായ പാതയിൽ നിന്ന് വിട്ടതാണ് ഇതിന്റെയൊക്കെ കാരണം. നമ്മൾ ഓതുന്ന പള്ളിയിലും വീട്ടിലും സൂക്ഷിച്ചിട്ടുള്ള ഈ ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട്? 114 അധ്യായങ്ങൾ. സൂറത്തുൽ ഫാത്തിഹയിൽ തുടങ്ങിയിട്ട് സൂറത്തുൻ നാസ് റബ്ബിൻ നാസിൽ അവസാനിക്കുമ്പോ 114 ചാപ്റ്ററുകളാണ് നമ്മൾക്കുള്ളത്. എന്നാൽ ഈ ഷിയാക്കളുടെ ഖുർആനിൽ 116 അധ്യായങ്ങളുണ്ട്. അവരുടെ 2 അധ്യായങ്ങളുടെ പേര് കേട്ടോ. ഒന്ന് സൂറത്തുൽ വിലായത്ത് കൂടുതലുള്ളത്, ഒന്ന് സൂറത്തുൻ നൂറൈനി. ഇതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്ന സംഗതികളാണ്. ഇങ്ങനെയൊക്കെ ലോകത്തിന്റെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. തന്നെയുമല്ല, പരിശുദ്ധ ഖുർആനിനെ അവര് തോന്നിയ രീതിയിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങി, ഷിയാക്കളും മറ്റും. ചുരുക്കത്തിൽ ഇതൊന്നല്ല പ്രിയമുള്ളവരെ. മുഹറം നൽകുന്ന പാഠം സഹാബികളെ ചീത്ത പറയലോ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കലോ അല്ല. മുഹറം നൽകുന്ന പാഠം റസൂലുള്ളാഹി